ഹലോ കേരള, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് അപകടങ്ങളുടെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് എങ്ങനെ ഒരു നല്ല ഡ്രൈവറാകാം എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കുന്ന കുറേ വീഡിയോകൾ ഞാൻ ചിത്രീകരിക്കുന്നു. ഞാൻ വർഗീസ് ജോൺ, UK സെറ്റിൽ മലയാളി. കഴിഞ്ഞ 15 വർഷമായി UK-യിൽ അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്കും എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഉപകാരപ്രദമാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഡ്രൈവിംഗ് അറിയുന്നവർക്കും ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡ്രൈവിംഗ് ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോകൾ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അങ്ങനെയായാൽ എല്ലാവരും ഒരേപോലെ അറിവുള്ളവരായിത്തീരുകയും അകാല മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഞാൻ ഈ പ്രസിദ്ധീകരിക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി യൂട്യൂബിൽ ഓസ്കാർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന ചാനലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാ വീഡിയോകളും ആദ്യം മുതൽ അവസാനം വരെയും കണ്ട് മനസ്സിലാക്കി അതുപോലെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഇന്ന് ഞാൻ എങ്ങനെ ഒരു സേഫായിട്ട് ഡ്രൈവ് ചെയ്യാമെന്നുള്ളതിനെപ്പറ്റി ആദ്യ പാഠം നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയമായ റിസ്ക് മാനേജ്മെൻറ്റിലേക്ക് പോകാം. എന്താണ് റിസ്ക് മാനേജ്മെൻറ്റ്? റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഉദാഹരണത്തിന് ഓടുമ്പോഴും ചാടുമ്പോഴും കുളിക്കുമ്പോഴും കഴിക്കുമ്പോഴും എന്ന് വേണ്ട, ഡ്രൈവ് ചെയ്യുമ്പോഴും എല്ലാത്തിനും അതിൻ്റേതായ റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനെ നമ്മൾ ഓവർകം ചെയ്യണമെങ്കിൽ റിസ്ക് മനസ്സിലായിരിക്കണം. ഉദാഹരണത്തിന് ഒരു ചെയർ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കണമെന്നെങ്കിൽ ഉടനെ ആ ചെയർ എടുത്തുകൊണ്ട് പോയി മറുഭാഗത്ത് എത്തുമ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അവിടെ പറ്റില്ലല്ലോ എന്നുള്ളത്. അത് റിസ്ക് മാനേജ് ചെയ്യാഞ്ഞിട്ടുള്ള പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, ഈസ് ദർ എ റിസ്ക് ഫോർ ദാറ്റ്? പ്രത്യേകിച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് റിസ്ക് ഹാപ്പനിങ്. റിസ്ക് ഈസ് എ പൊട്ടൻഷ്യൽ ഹസാർഡ് എന്ന് വെച്ചാൽ വളരെ ഡേഞ്ചറായ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് റിസ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡേഞ്ചർ, അല്ലെങ്കിൽ അപകട സാധ്യത. റിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പഠിക്കണം. ഈ റിസ്ക് മാനേജ്മെൻറ്റിൽ നമ്മൾ 5 വിഭാഗമായിട്ട് തിരിച്ചാൽ ആദ്യത്തേത് ഫിറ്റ്നസ് എന്നുള്ളതാണ്. ഫിറ്റ്നസ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യു ഷുഡ് ഫിറ്റ് ബിഫോർ യു ഡ്രൈവിങ്. ദാറ്റ് മീൻസ് മെൻ്റലി ആൻഡ് ഫിസിക്കലി യു ഷുഡ് ഫിറ്റ്. എന്താണ് മെൻ്റലി? നിങ്ങളൊരു പക്ഷേ മറ്റുള്ളവരോട് നീരസപ്പെട്ടിരിക്കുമ്പോഴും കലഹമുണ്ടായിരിക്കുമ്പോഴും വീട്ടിൽ പ്രശ്നമുണ്ടപ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ഓഫീസിൽ പ്രശ്നം, അല്ലെങ്കിൽ റോഡിൽ ആരോയിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഇമോഷനായിരിക്കും. ആ സമയത്ത് നമുക്ക് കറക്റ്റായുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ല. അങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ഇല്ലാത്ത സമയം നമ്മൾ മനസ്സിലാക്കണം. ഫിസിക്കലി എന്താണ്? ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ശാരീരികമായിട്ട് സുഖമില്ലാത്തവരായിരിക്കാം, മെഡിസിൻ്റെ എഫക്റ്റ് ഉള്ളവരായിരിക്കാം. ചില മെഡിസിനുകൾ കഴിക്കുമ്പോൾ ഉറക്കമുണ്ടാവാം. ഉദാഹരണത്തിന് കപ്പ് സിറപ്സ് ഓർ കപ്പ് ഓർ ആൻറ്റി ഹിസ്റ്റാമിൻ ടാബ്ലറ്റ്സ്. സോ ദാറ്റ് വിൽ ഇൻഡ്യൂസ് സ്ലീപ്പ്. സോ ദാറ്റ് മീൻസ് ഫിസിക്കലി യു ആർ നോട്ട് ഗോയിങ് ടു ഫിറ്റ് ഇൻ ദാറ്റ്. ഓർ ആൽക്കഹോളിക് എഫക്റ്റ്, ഡ്രഗ്സ് എഫക്റ്റ്. സോ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് നമ്മൾ ഉണ്ടായിരിക്കുമ്പോൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാതിരിക്കുക. You have to get a support from others or help others or use the public transport. മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ കൂടി നമ്മൾ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മെത്തേഡ് ഉപയോഗിക്കണം എന്നർത്ഥം. റിസ്ക് മാനേജ്മെൻറ്റിൽ ആദ്യം നമ്മൾ ഫിറ്റ്നസ്സാണ് അറിയേണ്ടത്. നമ്മൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാർ, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. കണ്ടീഷൻ ഓഫ് ദ കാർ. നമ്മുടെ ബോഡിയെ എങ്ങനെ കെയർ ചെയ്യുന്നോ അതുപോലെ തന്നെ നമ്മുടെ കാറിനെയും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെഹിക്കിളിനെയും കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്.
അതിന് ഓയിലുണ്ടോ, പെട്രോളുണ്ടോ, ടയർ പ്രോപ്പറായിട്ടുള്ള ഡെപ്ത് ഉണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്രേക്ക് കണ്ടീഷനാണോ, റോഡ് കണ്ടീഷനാണോ എന്നുള്ളതെല്ലാം നോക്കുന്നതിനാണ് കണ്ടീഷൻ ഓഫ് ദ കാർ അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ദ വെഹിക്കിൾ വിച്ച് ആർ ഗോയിങ് ടു യൂസ് എന്ന് പറയുന്നത്. സോ റിസ്ക് മാനേജ്മെൻറ്റിൽ ആദ്യം ഫിറ്റ്നസ് എന്നുള്ളതാണ്, നമ്മൾ ഫിറ്റായിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് കാർ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനം കറക്റ്റായിരിക്കുക അല്ലെങ്കിൽ കണ്ടീഷനായിരിക്കുക. മൂന്നാമത്തത്, നമ്മളൊരു ജംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു റോഡിലേക്ക് കയറിച്ചില്ല അല്ലെങ്കിൽ റോഡ് മീറ്റിംഗ് ടുഗദർ ഈസ് എ ജംഗ്ഷൻ. ദർ ആർ ലോട്ട് ഓഫ് ജംഗ്ഷൻസ് യു ക്യാൻ സീ. സൈഡ് റോഡ്, ടി ജംഗ്ഷൻ, വൈ ജംഗ്ഷൻ, ക്രോസ് റോഡ്, റൗണ്ട് അബൌട്ട്, ഇങ്ങനെയുള്ള പല ജംഗ്ഷൻസ് ഉണ്ട്. ആ ജംഗ്ഷനുകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ജംഗ്ഷൻ ആൻഡ് ഓപ്പൺ ജംഗ്ഷൻ എന്ന് രണ്ടായിട്ട് തിരിക്കാം. എന്താണ് ഈ ക്ലോസ്ഡ് ജംഗ്ഷൻ? ക്ലോസ്ഡ് ജംഗ്ഷൻസ് മീൻസ് ദ റോഡ് യു കനോട്ട് സീ ഏർലിയർ. നമ്മളൊരു റോഡിലേക്ക് ചെല്ലുമ്പോൾ ലെഫ്റ്റോ റൈറ്റോ നമുക്ക് വിസിബിൾ ആവില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരിക്കാം, ബാനേഴ്സ് ഉണ്ടായിരിക്കാം, ട്രീസ് ഉണ്ടായിരിക്കാം, ബിൽഡിംഗ് ഉണ്ടായിരിക്കാം, നമ്മുടെ വ്യൂവിനെ തടസ്സപ്പെടുന്ന പലതും ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലത്തെ ക്ലോസ്ഡ് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓപ്പൺ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ് ബിറ്റ് ഏർലിയർ. നിങ്ങളങ്ങോട്ട് അടുത്ത് ചെല്ലും തോറും നിങ്ങളുടെ വ്യൂ കറക്റ്റായിക്കൊണ്ടേയിരിക്കും, കാണാൻ കഴിയുന്ന ഏരിയ. ആ ഏരിയയിലേക്ക് അത്രയധികം സ്ലോയിൽ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ക്ലോസ്ഡ് ജംഗ്ഷൻ യു ഷുഡ് ബി വെരി സ്ലോ, വളരെ സ്ലോ ആയിട്ട് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇഫ് യു ആർ ഡ്രൈവിംഗ് ഇൻ എ മാനുവൽ കാർ, യു ഷുഡ് ബി ഫസ്റ്റ് ഗിയർ റേഞ്ച് യു നീഡ് ടു അപ്രോച്ച്. ഫസ്റ്റ് ഗിയർ റേഞ്ച് എന്ന് പറഞ്ഞത് 0 to 10 ആണ് ഫസ്റ്റ് ഗിയർ റേഞ്ച്. ദറ്റ് മച്ച് സ്ലോ യു നീഡ് ടു അപ്രോച്ച് എന്നർത്ഥം. പിന്നീട് ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ എസ്പെഷ്യലി യു നീഡ് ടു ഗിവ് പ്രയോറിറ്റി ദോസ് ആർ ഓൺ ദ മെയിൻ റോഡ്. മെയിൻ റോഡിലുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്ത് ശീലിക്കുക. മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ റോഡിൽ നിന്ന് വലിയ റോഡിലേക്ക് നമ്മൾ കയറുമ്പോൾ വലിയ റോഡിൽ വരുന്നവർ കൂടുതൽ സ്പീഡിൽ വരുന്നവരായിരിക്കാം. അതുകൊണ്ട് എടുത്ത് ചാടി പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് കയറാതെ കണ്ടീഷൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റും ക്ലിയർ എങ്കിൽ മാത്രം കയറുക. ഒരു ജംഗ്ഷനിലേക്ക് കയറുമ്പോൾ മിനിമം 3 ലുക്ക് ഉണ്ടായിരിക്കണം. റൈറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. വൺ മോർ ടൈം. If you can't understand, still keep on looking until you get clear view. So third section is the junctions. എന്താണ് ഈ ഫോർത്ത്? നമ്മളിപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ വളരെ അടുത്തടുത്ത് ട്രാവൽ ചെയ്യുന്നവരാണ്. ദാറ്റ് ഇസ് വെരി ഡേഞ്ചർ. കീപ്പ് എ 2-second ഗ്യാപ്പ് ദ കാർ ഇൻ ഫ്രണ്ട് ഓഫ് യു ഓർ ദ വെഹിക്കിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്താണ് ഈ 2-second ഗ്യാപ്പ് എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കാൻ പോയാൽ സ്റ്റിൽ വി നീഡ് എ ബിഗ് ഓർ ടു മച്ച് ടൈം ഓർ എ ബിഗ് വീഡിയോസ്. അതുകൊണ്ട് അത് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് വിവരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രതിപാദിക്കാം. അപ്പോൾ 2-second റൂൾ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള കാറും നമ്മളുടെ ഡിസ്റ്റൻസ്, അവർ ഏതെങ്കിലും കാരണത്താൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ നമ്മളും സേഫായിട്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഡിസ്റ്റൻസിനെയാണ് 2-second ഗ്യാപ്പ് ഓർ സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഓക്കെ, ഈ 2-second ഗ്യാപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ബ്രേക്ക് ചെയ്താൽ പടപടയെന്ന് എൻ്റെ ബാക്കിലുള്ള കാറുകളെല്ലാം ഇടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ 2-second ഗ്യാപ്പ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിഫ്ത്ത് സെക്ഷൻ, ഓവർടേക്കിംഗ്. സോ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഈസ് ദാറ്റ് ഇസ് ഓവർടേക്ക്. നമ്മുടെ നാട്ടിൽ കൂടുതൽ അപകട സാധ്യത ഓവർടേക്കിങ്ങിലാണ് ഉണ്ടാവുക. അല്ലാതെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാത്തതിലും ജംഗ്ഷനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഇല്ലാത്തതും എല്ലാ അപകടങ്ങളുണ്ട്. ഏതൊരു ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ റിസ്ക് ഉണ്ട്, റിസ്ക് ഫാക്ടർ ഉണ്ട്, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യണം നമ്മൾ. അതിൽ മെയിനായിട്ട് ഒരു കാര്യമുള്ളതാണ് ഓവർടേക്കിംഗ്. നമ്മളെല്ലാവരും ഈ ബിസി ലോകത്ത് ധൃതി പിടിച്ച് പോകേണ്ടവരായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവനെക്കാട്ടി മുന്നേ ചെയ്യണം, അല്ലെങ്കിൽ എന്നെക്കാട്ടി മുന്നേ പോകണം എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് പുലർത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മളിൽ വരികയാണ്. യു ക്യാൻ ഓവർടേക്ക് എപ്പോഴും. യു ഹാവ് ടു ആസ്ക് യുവർസെൽഫ് 3 questions. ഈസ് ഇറ്റ് സേഫ്? ഈസ് ഇറ്റ് നെസസറി? ഈസ് ഇറ്റ് ലീഗൽ? എന്താണ് ലീഗൽ? നമ്മുടെ റോഡ് മാർക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോ പറയുന്നുണ്ട് അവിടെ ഓവർടേക്ക് ചെയ്യരുത്. അങ്ങനെയുള്ള സ്ഥലത്ത് ചെയ്യാതിരിക്കും.
പിന്നെ സേഫ് എപ്പോഴാണ്? ഇഫ് യു ക്യാൻ സീ ഇറ്റ് ഏർലിയർ ആഫ്റ്റർ യു ഓവർടേക്കൺ, യു ഹാവ് ടു ബി ബാക്ക് ഇൻ ദ സെയിം ലൈൻ. നിങ്ങളുടെ ലൈനിലേക്ക് നിങ്ങൾ തിരിച്ചെത്തണം. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വിഷൻ ക്ലിയർ ആയിരിക്കണം. മുന്നിൽ നിന്ന് ഒരു ഒബ്ജക്റ്റും വരുന്നില്ല എന്നും വേറൊരു ഒബ്ജക്റ്റ് നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല എന്നും മനസ്സിലാക്കണം. അതിനുശേഷം തിരിച്ചു വരാനുള്ള ഗ്യാപ്പ് നമ്മൾക്കുണ്ടോ എന്നും മനസ്സിലാക്കണം. അതാണ് സേഫ് എന്ന് പറയുന്നത്. പിന്നെ നെസസറി, ഇത് ആവശ്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. ആവശ്യമില്ലെങ്കിൽ ഡു നോട്ട് ഓവർടേക്ക്. സോ വി ഡോണ്ട് വാണ്ട് ടു ഓവർടേക്ക് ആൻഡ് സ്പീഡിങ് ആൻഡ് ഗോയിങ് റെസ്റ്റിംഗ് ഇൻ ദ സൈഡ് ഓഫ് ദ റോഡ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ. അതുകൊണ്ട് ഓവർടേക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് ശരിയാണോ, വേണ്ട, ആവശ്യമുണ്ടോ, ലോഫുള്ളാണോ, അതോ നിയമപരമായിട്ട് തെറ്റുണ്ടോ എന്ന് എല്ലാ 3 കാര്യങ്ങൾ, ഈസ് ഇറ്റ് സേഫ്, ഈസ് ഇറ്റ് നെസസറി, ഈസ് ലീഗൽ എന്നത് നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചതിന് ശേഷം ഓവർടേക്ക് ചെയ്യുക. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അത് 5ഉം റിസ്ക് മാനേജ്മെൻറ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. റിസ്ക് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലി ഹസാർഡ് സിറ്റുവേഷൻസ്. അപ്പം ഞാൻ ഓരോ പോയിൻറ്റിനെ പറ്റി കൂടുതൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പറയേണ്ടതായിട്ട് വരും. അത് വീഡിയോ ലെങ്തി ആയി പോകും. അത് നിങ്ങളെയും എന്നെയും ഒരുപോലെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇനി അടുത്ത കാര്യങ്ങൾ പറയാനായിട്ട് പുതിയൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം മുതൽ അവസാനം വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ്ലി ഇൻഫർമേറ്റീവ് ലെസൺസാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടും ഫ്രീ ആയിട്ട് കിട്ടുന്ന ലെസൺസാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ അറിവുള്ളവരായി തീരുവാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കും. ഐ ഹോപ്പ് യു എൻജോയ് യുവർ ലെസൺ. ഒരു കാര്യം ഓർക്കുക, അറിവാണ് നിങ്ങളുടെ ശക്തി. നോളേജ് ഈസ് യുവർ പവർ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. We will see you with the next video.